ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മൂന്നാർ യാത്രേൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ടോപ്പ് സ്റ്റേഷൻ വരേക്കും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഗ്രീനറിയുള്ള വ്യൂസൊക്കെ കണ്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടിടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല പല കളറുകളിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഫ്രണ്ടിൽ തേയിലത്തോട്ടവും ബാക്കിൽ കുന്നിൻചെരുവുകളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കെട്ടിടങ്ങൾ കണ്ടത്. ഇത് ഇവിടുത്തെ മൂന്നാർ കോളനിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ മൂന്നാറിൻ്റെ ഏറ്റവും ഗ്രീനറീസൊക്കെ കൂടുതലായിട്ട് കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിലുള്ള തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ സീനറീസൊക്കെയാണ്. ഇത് ശരിക്കും നല്ലോണം ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒന്നാണ്. മൂന്നാറിലെ കർമ്മലഗിരി എലഫന്റ് പാർക്കിലേക്കാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലഫന്റ് സഫാരിയാണ്. നമുക്ക് ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം മൂന്നാർ പട്ടണത്തിൽ നിന്ന് 6.5 കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നമുക്കിവിടെ പ്രവേശനം ഉള്ളൂ. ഒരു സമയം പരമാവധി 3 പേർക്ക് ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ അനുമതിയുണ്ട്. പെർ ഹെഡ് ഫീ വരുന്നത് 400 രൂപയാണ്.
സ്റ്റേഷനിലേക്കുള്ള യാത്രയിലെ മറ്റൊരു ആകർഷണം മാട്ടുപ്പെട്ടി ഡാമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ടിംഗ്, ഹോഴ്സ് റൈഡിംഗ്, അതുപോലെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് 1949-ലും ഇത് ഓപ്പൺ ചെയ്തത് 1953-ലുമാണ്. 55.4 മില്യൺ ക്യൂബിക് മീറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ വറ്റാത്ത ലഭ്യമായ വലിയ അളവിൽ ലഭിക്കുന്ന വെള്ളം കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും തഴച്ചു വളരാൻ അനുവദിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 11:53 ആയിട്ടുള്ളൂ, 12 ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാണാം കോട നന്നായിട്ട് ഇറങ്ങി തുടങ്ങി, ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അന്തരീക്ഷവും കുറച്ച് ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഒരു മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തണുപ്പും ഒക്കെയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എക്കോ പോയിന്റിലാണ്. മൂന്നാറിൻ്റെ മറ്റൊരു ആകർഷണമാണ് എക്കോ പോയിന്റ്. അപ്പം മൂന്നാറിനെ പറ്റി പറയുമ്പോൾ സമൃദ്ധമായ പച്ചക്കുന്നുകളും താഴ്ന്ന മേഘങ്ങളും മൂടൽ മഞ്ഞുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ് മൂന്നാർ. അതോടൊപ്പം തന്നെ മൂന്നാറിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് എക്കോ പോയിന്റ്. അതെല്ലാവരുടെയും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനായ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ ഇനിയും കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ചുറ്റിനും കാണാം കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും പെയ്യണുണ്ട്. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടേക്കാണ്. മഴ നന്നായിട്ട് പെയ്യണുണ്ട്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അസാധ്യമായിട്ടുള്ള തണുപ്പാണ്, നല്ലോണം തണുക്കുന്നുണ്ട്. നമ്മൾ ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ താഴത്തെ വ്യൂസൊക്കെ നന്നായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ കോട കാരണം താഴെകളൊന്നും കാണാൻ പറ്റില്ല. ആക്ച്വലി ഓപ്പോസിറ്റ് കാരണം വണ്ടികൾ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലോട്ട് കോട വീണു തുടങ്ങിയിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് നമുക്കൊരു നല്ല വ്യൂ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഡൗട്ടുണ്ട്. അപ്പം നമുക്കിത് കാണാം. ഈ തേയിലത്തോട്ടത്തിലൊക്കെ നല്ലോണം മൂടൽമഞ്ഞ് വീണിട്ടുണ്ട്. റോഡൊക്കെ ഏകദേശം ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ്റെ ഇവിടേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം റോഡിൽ ഫുൾ കോടയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലോട്ട് കോട നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ മഴയും പെയ്യണുണ്ട്, ചെറുതായിട്ട് പൊടിമഴയും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി.
നമ്മൾ താഴത്തോട്ടൊക്കെ നോക്കി നല്ല വ്യൂസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ സാധിച്ചില്ല. അപ്പം നമുക്ക് നമ്മുടെ യാത്രയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പം നമ്മുടെ 2 എപ്പിസോഡ്സിലും നമ്മുടെ മൂന്നാർ വിശേഷങ്ങൾ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു. മൂന്നാർ വ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഒരുപാട് പേരുടെ നല്ല കമൻറ്റ്സ് നമുക്ക് കിട്ടി. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് വാച്ച് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ നല്ല ട്രാവൽ വീഡിയോസും പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിക്ക് മുമ്പ് കുറേ കുക്കിംഗ് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്നുകൂടി കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ നമ്മുടെ ഡെയിൻറ്റി ഡിവോട്ടിൻ്റെ പേജ് ഉണ്ട്, അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.